എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പരീക്ഷാഫലം വിദ്യാർത്ഥികൾ ഇന്നലെ ചെക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് വിദ്യാർത്ഥികൾക്ക് +1 ഡബിൾ പാസ് എന്ന് പറയുന്നത് എത്ര മാർക്കാണ്? അതുപോലെ തന്നെ +1ന് ഒരു 4 വിഷയമോ അല്ലെങ്കിൽ 2 3 അല്ലെങ്കിൽ 6 വിഷയമോ തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് +2 ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം? ഇമ്പ്രൂവ്മെൻറ്റ് തന്നെ എഴുതണോ അല്ലെങ്കിൽ +2 പരീക്ഷയോടൊപ്പം 6 മാർക്ക് വാങ്ങിച്ചാൽ മതിയോ എന്നുള്ള കാര്യവും, അതുപോലെ തന്നെ +1ന് മാർക്ക് കുറവാണ്, +2ന് നന്നായിട്ട് പഠിച്ചാൽ മാർക്ക് കിട്ടുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ഈ ഒരു സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് നമുക്ക് ഡബിൾ പാസ് മാർക്ക് എത്രയാണ് എന്നുള്ളത് നോക്കാം. അതുപോലെ CE TE PE അതായത് ഈ ഒരു മാർക്കൊക്കെ കൂട്ടിയിട്ടാണോ ജയിക്കാനുള്ള ആ ഒരു ഡബിൾ പാസ് എന്ന് പറയുന്നത് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ TE മാർക്ക് എന്ന് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കാണാം. അതായത് നിങ്ങൾക്ക് പരീക്ഷ എഴുതി കിട്ടിയ മാർക്കാണ് TE മാർക്ക്, അതായത് ടെർമിനൽ ഇവാലുവേഷൻ എന്നുള്ളതാണ് TE മാർക്കിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു TE മാർക്ക് എത്രയാണോ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ഡബിൾ മാർക്കാണ് ആ ഒരു ഡബിൾ പാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു വർഷം ജയിക്കാനായിട്ട് 60 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ അതിൽ 18 മാർക്കാണ് TE മാർക്കായിട്ട് വേണ്ടത്, അതായത് TE മാർക്കായിട്ട് വേണ്ടത്. അതുപോലെ 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 24 മാർക്കാണ് വേണ്ടത്. അപ്പോൾ 2 വർഷം ടോട്ടലായിട്ട് 2 വർഷം കൂട്ടുന്ന സമയത്ത് 18 × 2 അതായത് 36 മാർക്കും, അതുപോലെ തന്നെ 2 വർഷം ഈ ഒരു 24 കിട്ടുകയാണെങ്കിൽ 48 മാർക്കുമാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ വിഷയത്തിൽ TE മാർക്ക് നിങ്ങൾക്ക് 36 കിട്ടുകയാണെങ്കിൽ അത് ഡബിൾ പാസ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു വർഷം 24 ജയിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് 80-ൽ ഇപ്പോൾ 60 അതായത് 60 48 മാർക്ക് നിങ്ങൾക്ക് TE മാർക്കിനത്തിൽ ലഭിച്ചുവെങ്കിൽ നിങ്ങൾക്കത് ഡബിൾ പാസ് ആണെന്ന് പറയാം. ഇതിനോടൊപ്പം CE കൂട്ടിയിട്ട് ഡബിൾ പാസ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 48 മാർക്കുണ്ട്, അതിൽ നിങ്ങൾക്ക് ഒരു 18 മാർക്ക് ഈ ഒരു അതായത് CE മാർക്കാണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടേത് ഡബിൾ പാസ് അല്ല, ഒരു വർഷം ജയിക്കാനുള്ള മാർക്കാണെന്ന് പറയാം. അതായത് ഈ ഒരു 60 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു വർഷം ജയിക്കാനുള്ള മാർക്കാണെന്ന് പറയാം. കാരണം 20 മാർക്ക് 60 മാർക്കിൻ്റെ വിഷയത്തിൽ ആണെങ്കിൽ നിങ്ങൾക്ക് 18 ജയിക്കാൻ വേണ്ടത്, ഇത് അപ്പോൾ 20 മാർക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് ഒരു വർഷം ജയിക്കാനുള്ള മാർക്ക് കിട്ടി എന്ന് പറയാം. അതേസമയം ഈ ഒരു 48 ആകെ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു 80 മാർക്കിൻ്റെ വിഷയത്തിലാണെങ്കിൽ അതിൽ CE 18 ഉണ്ട് എങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഫെയിൽഡ് ആണെന്ന് പറയാം. കാരണം ആ ഒരു വിദ്യാർത്ഥിക്ക് ആകെ 20 മാർക്കേ ഉള്ളൂ, അപ്പോൾ 24 ഇല്ല, അപ്പോൾ 4 മാർക്കിൻ്റെ കുറവ് വരും. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ഡബിൾ പാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 60 മാർക്കിൽ TE മാർക്ക്, അത് CE കൂട്ടാതെയുള്ള TE മാർക്ക് 36ഉം, അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ CE മാർക്ക് കൂട്ടാതെ 48 മാർക്ക്, അതായത് എഴുത്തു പരീക്ഷയിൽ TE മാർക്കിനത്തിൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് നോക്കുന്ന സമയത്ത് മാത്രമാണ് ഇത് കറക്റ്റായിട്ട് തിരിയുകയുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60 മാർക്കിൽ TE മാർക്ക് 36 കിട്ടിയിട്ടുണ്ടോ, 80-ൽ TE മാർക്ക് 48 കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡബിൾ പാസ് ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികളിൽ പലരും ചോദിച്ചൊരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഈ ഒരു TE മാർക്ക്, അതായത് നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 6 വിഷയങ്ങൾക്കോ തോറ്റു, അല്ലെങ്കിൽ 4 വിഷയങ്ങൾക്കോ, അല്ലെങ്കിൽ ഈ ഒരു മിനിമം മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ 2025 മാർച്ചിലെ +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയാണ് നടക്കുന്നത്, അല്ലാതെ ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്നതല്ല. അത് ഏതായാലും കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ സെപ്റ്റംബറിൽ നടക്കുന്നതല്ല, മാർച്ച് മാസത്തിലാണ്, അത് 2025 മാർച്ചിലെ +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ +2 പരീക്ഷയോടൊപ്പം വായിച്ചാൽ മതിയാകും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതായത് ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ മാർച്ചിലെ പരീക്ഷയോടൊപ്പം എഴുതാം, അതോടൊപ്പം +2 പരീക്ഷ കൂടി എഴുതാം. അപ്പോൾ അതുപോലെ വിദ്യാർത്ഥികൾ ചോദിച്ച ആ ഒരു സംശയത്തിനുള്ള ഉത്തരം നമുക്ക് നോക്കാം. അതായത് വിദ്യാർത്ഥി ഈ ഒരു +1ൻ്റെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എഴുതണോ, അല്ലെങ്കിൽ +2വിൻ്റെ പബ്ലിക് എക്സാമിനേഷനോടൊപ്പം +2 പബ്ലിക് എക്സാമിനേഷൻ 2025 ആ ഒരു എക്സാമിനേഷൻ്റെ ഓടൊപ്പം നിങ്ങൾ ആ ഒരു പരീക്ഷ എഴുതേണ്ടതുണ്ടോ എന്നുള്ളത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു +1 ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയിട്ട് തന്നെ നിങ്ങൾ ആ ഒരു മാർക്ക് വാങ്ങിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ +2 പരീക്ഷ, അതായത് നിങ്ങൾ അടുത്ത ഇത് +2 ആണ്, അപ്പോൾ ഈ ഒരു +2 പരീക്ഷ നിങ്ങൾ എഴുതുന്ന സമയത്ത് ആ ഒരു കുറഞ്ഞ മാർക്ക് കൂടി വാങ്ങിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ +1ന് മാർക്ക് കുറവാണ്, +2 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുമോ എന്നും ചോദിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരത്തിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക്
റീവാലുവേഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷയുണ്ട് എങ്കിൽ റീവാലുവേഷൻ നിങ്ങൾക്ക് ജൂൺ 4-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് അപേക്ഷ നൽകാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് റീവാലുവേഷൻ അപേക്ഷിച്ചാൽ മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷയുണ്ട്, അതായത് കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് +1 മാർക്ക് കുറവാണ്, ജയിച്ചിട്ടില്ല, TE മാർക്ക് നിങ്ങൾക്ക് ജയിക്കാനുള്ള 18 അല്ലെങ്കിൽ 24 കിട്ടിയിട്ടില്ല എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം +2 നന്നായിട്ട് പഠിക്കുക. അതായത് നിങ്ങൾക്ക് +1 എത്ര കിട്ടി എന്നുള്ള കാര്യം ഇനി നോക്കേണ്ടതില്ല. +2 ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ അതിന് കൂടുതൽ മാർക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് നേടാനായിട്ട് സാധിക്കും. അതായത് +1 നിങ്ങൾക്ക് ഒരു മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥി +2 നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ മാർക്ക് തന്നെ വായിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നല്ല കോൺഫിഡൻസ് ആയിട്ട് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് ക്ലാസ്സിൽ അന്നന്ന് എടുക്കുന്ന പാഠഭാഗങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുകയും അതുപോലെ എന്താണ് ക്ലാസ്സിൽ എടുത്തത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുക. കാരണം മനസ്സിലാക്കി പഠിക്കാതെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയുടെ തലേന്നൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പാഠഭാഗങ്ങളും എന്താണ് എടുക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കുക, ടീച്ചേഴ്സ് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ടാണ് ടീച്ചേഴ്സ് പറഞ്ഞു തരാതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ഈ ഒരു കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും +1 മാർക്ക് കുറഞ്ഞ ഒരു വിദ്യാർത്ഥി നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ +2 വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ വായിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും +1 മാർക്ക് കുറഞ്ഞു എന്ന് കരുതി +2 പഠിച്ചാൽ മാർക്ക് കിട്ടില്ല എന്ന് കരുതാറുണ്ട്. അതുകൊണ്ട് പ്രയോജനമില്ല എന്നൊരു രീതിയിൽ ചിന്തിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതില്ല. കാരണം +1 മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ +1 4 സബ്ജക്റ്റോ അല്ലെങ്കിൽ 6 സബ്ജക്റ്റോ ഫെയിൽഡായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ മാർക്കേ ഉള്ളൂ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് +2 ക്ലാസ് ആരംഭിക്കുന്ന സമയം മുതൽ നന്നായിട്ട് പഠിക്കുക. ആദ്യം എടുക്കുന്ന തീരുമാനം പിന്നീട് ഈ ഒരു ക്ലാസ്സുകൾ അവസാനിക്കുന്നതുവരെ നിങ്ങൾ ആ ഒരു രീതിയിൽ പോകണം. കാരണം പല വിദ്യാർത്ഥികളും +2 ക്ലാസ് ആരംഭിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കണം എന്ന് ചിന്തിക്കും. പക്ഷേങ്കിൽ +2 ക്ലാസ് തുടങ്ങി ഏകദേശം ഒരു കാൽഭാഗം അല്ലെങ്കിൽ അധ്യയന വർഷത്തിൻ്റെ ഒരു കാൽഭാഗം അല്ലെങ്കിൽ അരഭാഗം ആവുന്ന സമയത്ത് തന്നെ ആ ഒരു വിദ്യാർത്ഥി പിന്നീട് ആദ്യം എടുത്ത തീരുമാനമൊക്കെ മാറ്റിയിട്ട് പിന്നീട് പഠിക്കാതിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു നല്ല മാർക്ക് വായിക്കുക എന്നുള്ള ആ ഒരു കാര്യം തന്നെ ചിലപ്പോൾ സാധിക്കാതെ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അന്നന്ന് പഠിക്കുകയും അതുപോലെ എന്താണ് എഴുതിയത് എന്നുള്ളതെങ്കിൽ മനസ്സിലാക്കാനായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് +1 മാർക്ക് കുറവാണെങ്കിൽ കൂടി +2 നന്നായിട്ട് മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്ക് കീം, അതായത് എഞ്ചിനീയറിംഗ്, അതുപോലെ ഫാർമസി, അതുപോലെ തന്നെ മെഡിക്കൽ, അതായത് ഡോക്ടറൊക്കെ ആവാനുള്ള നീറ്റ് പരീക്ഷ, അതുപോലെ JEE, അതായത് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക്, അതുപോലെ തന്നെ NIT, IIT ഇതുപോലെ കുറേ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതുപോലെ തന്നെ വിവിധ കോഴ്സുകളുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിലൊക്കെ പ്രവേശനത്തിനായിട്ട് നിങ്ങളുടെ +2 മാർക്ക് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്, +1 മാർക്ക് പരിഗണിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാർക്ക് ഇപ്പോൾ കുറവാണ്, അത് ജയിച്ചിട്ടില്ല എങ്കിൽ കൂടി +2 നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം മാർക്ക്, അതായത് ഒരു 80 മാർക്കിൽ, അതായത് 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ ഒരു 70 മാർക്കെങ്കിലും, അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ നിങ്ങൾ ഒരു 50 മാർക്കെങ്കിലും വായിക്കാനായിട്ടുള്ള രീതിയിൽ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതൽ ഉപകാരപ്രദമാവുകയും അതുപോലെ തന്നെ മറ്റ് അഡ്മിഷനുകൾക്ക് കൂടുതൽ സഹായപ്രദവും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് +1 പഠിച്ചിട്ടില്ല എന്ന് കരുതി മാർക്ക് കുറവാണ് അല്ലെങ്കിൽ തോറ്റു, അതായത് ജയിച്ചിട്ടില്ല എന്ന് കരുതി അതിൽ വിഷമിച്ചിരിക്കാതെ +2 നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, അതായത് ആദ്യം മുതലേ പഠിക്കുക. അതുപോലെ തന്നെ ആ ഒരു തീരുമാനം നിങ്ങൾ ഈ ഒരു ക്ലാസ് കഴിയുന്നതുവരെ എടുക്കുക. അതായത് നിങ്ങൾ ക്ലാസ്സിലിപ്പോൾ കളിച്ച് നടക്കുകയോ അതായത് കൂട്ടുകാരോടൊപ്പം ജസ്റ്റ് കളിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് പ്രോബ്ലമൊന്നുമില്ല. കാരണം നിങ്ങളുടെ കൂട്ടുകാരെ തന്നെ ചിലരെ കണ്ടിട്ടുണ്ടാകും ക്ലാസ്സിൽ നിന്ന് പഠിക്കാതെ കളിച്ച് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേങ്കിൽ അവർ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് ഹോംവർക്ക് ചെയ്ത് നന്നായിട്ട് പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന സമയത്ത് അവർക്ക് നല്ല മാർക്ക് കാണും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇവർക്ക് എവിടെ നിന്നാണ് മാർക്ക്, അതുപോലെ ഇവർ ക്ലാസ്സിൽ നിന്ന് ശ്രദ്ധിക്കുന്നില്ലല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ വീട്ടിൽ പോയിട്ട് നന്നായിട്ട് പഠിക്കും. അപ്പോൾ അങ്ങനെ അവർക്ക് കൂടുതൽ മാർക്ക് ലഭിക്കും. അപ്പോൾ ഇതാണ് ശരിക്കും നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു +1 എങ്ങനെ പഠിച്ചു എന്നുള്ളത് ഇനി നോക്കേണ്ടതില്ല. കാരണം അതിൻ്റെ റിസൾട്ടൊക്കെ വന്ന് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് +2 നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ +1 ഒരു
കുറഞ്ഞ മാർക്ക് കിട്ടിയ ഒരു വിദ്യാർത്ഥി ആയിരുന്നാൽ കൂടിയും പ്ലസ് ടുവിന് നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ മാർക്കും നേടാൻ സാധിക്കും. അപ്പോൾ ഓരോ ദിവസവും എടുക്കുന്ന പാഠഭാഗങ്ങൾ നോക്കുകയും സംശയമുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിച്ച് സംശയങ്ങൾ തീർക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും പ്ലസ് ടുവിന് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുന്ന രീതിയിലേക്ക് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്കത് ഭാവിയിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. ഓരോ പരീക്ഷ കഴിഞ്ഞ ശേഷം നിങ്ങൾ മുൻപ് പഠിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു പ്ലസ് ടു ക്ലാസ് ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക എന്നുള്ള തീരുമാനം ഓരോ വിദ്യാർത്ഥിയും എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.